ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇതുവരെ വ്ളോഗോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലാതെ വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പം ഞാനിപ്പം ഇന്നാളെ അമ്പലത്തിൽ പോയപ്പോൾ ഒരു കുഞ്ഞു വ്ളോഗ് എടുക്കാമെന്ന് കരുതി അങ്ങനെ എടുത്തപ്പോൾ അതിന് ഇൻട്രോയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പം എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എനിക്കങ്ങനെ എടുത്തിട്ടുള്ള ഒരിതൊന്നുമില്ല. അപ്പം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ഇനിയിപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവരെ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാനൊരു അമ്പലത്തിൽ പോകുന്ന വീഡിയോ ആണ് എടുത്തത്. പെട്ടെന്ന് പോണ വഴിയിൽ തീരുമാനിച്ചതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനൊരു ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ഫാമിലി വന്ന് എൻ്റെ കെട്ടാൻ പോകുന്ന ആളുടെ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത്. പെരിന്തൽമണ്ണ ഒരു ദേവീക്ഷേത്രമാണ്, തിരുമ്പാതാംകുന്ന് എന്ന് പറയും. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോവാം. കൊണ്ടോട്ടിയൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുക കേട്ടോ. 6:30 ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ 6:30 ഇറങ്ങാൻ പറ്റിയില്ല. 7 മണി 7:15 ആവാനായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. ഇവർ ഫറൂഖ് കോളേജ് വന്ന് രാമനടകർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൂട്ടിയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. പെരിന്തൽമണ്ണയാട്ടോ അമ്പലം വരുന്നത്. തിരുമാതാകുന്ന് ക്ഷേത്രം അറിയായിരിക്കും, ചിലർക്കൊക്കെ അറിയായിരിക്കും. ഒരു വലിയ അമ്പലമൊക്കെയാണ്, ഒരുപാട് പേര് വരുന്നൊരൊക്കെ അമ്പലമാണ്. അപ്പം നമ്മളങ്ങനെ പെട്രോൾ പമ്പിലൊക്കെ കയറി പെട്രോളൊക്കെ അടിച്ച് ഇറങ്ങുകയാണ്. ഇപ്പം നമ്മൾ എത്തിയത് എവിടെയാ വെച്ചാൽ മേൽമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയത്. എനിക്ക് കറക്റ്റായിട്ടൊന്നും അറിയില്ല, ഞാൻ ആ ബോർഡൊക്കെ നോക്കിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അവിടേക്ക് വലിയ ബ്ലോക്കൊന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. പക്ഷെ അമ്പലം എത്താറായപ്പോഴാണ് നമുക്ക് ബ്ലോക്ക് കാര്യമൊക്കെ കിട്ടിയത് കേട്ടോ. നമുക്ക് 9 മണിക്ക് എത്തേണ്ട അമ്പലത്തിൽ കുറച്ച് ലേറ്റായിപ്പോയി എത്താൻ. ബ്ലോക്കിൽ പെട്ടതുകൊണ്ട് ഇച്ചിരി ലേറ്റായിപ്പോയി കേട്ടോ. അങ്ങനെ നമ്മൾ സെക്കൻഡ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. അതിന് മുന്നേ ഒരു തവണ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഫാമിലി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിത് അമ്പലത്തിലേക്ക് നടക്കുകയാണ്. നല്ല വെയിലായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി പോകണം. നല്ല രസം അമ്പലം കാണാൻ. അപ്പുറത്തൊക്കെ എന്താ പറയുക, ഒരു കുളമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. വയൽ, കുളം അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല കേട്ടോ. നമ്മളൊരു പൂജയ്ക്ക് വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഉണ്ണിയേട്ടൻ. അപ്പോൾ ഉണ്ണിയേട്ടൻ പൂജയ്ക്കുള്ള സാധനം എടുക്കാൻ പോയതായിരുന്നു, നമ്മൾ മറന്നുപോയി. അപ്പോൾ ഏട്ടൻ എടുത്തിട്ട് വരികയാണ്. അപ്പം ഏട്ടൻ എടുത്ത് വന്ന് നമ്മൾ അവിടേക്കൊക്കെ നിൽക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറുക കേട്ടോ മുകളിലേക്കുള്ള. ഇതാണ് ഉണ്ണിയേട്ടൻ്റെ അമ്മ. ഉണ്ണിയേട്ടൻ്റെ അമ്മയും ഞാനുമാണ്. അപ്പം നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറി. വീഡിയോ എടുക്കുന്നത് വേറെ ആരുമല്ല, എൻ്റെ നാത്തൂനാണ്. നമ്മൾ വിളിക്കുന്നത് ഉണ്ണിമോള് എന്നാണ്. അപ്പോൾ അവളാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത്. എല്ലാവരും ഞാൻ സാവധാനം പരിചയപ്പെടുത്തി തരാം. നമ്മൾ അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ല തിരക്കായിരുന്നു, ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനും അമ്മയും അച്ഛനും ഏട്ടനും ഉണ്ണിട്ടനും കൂടിയാണ് നിൽക്കുന്നത്. പുണ്യമോള് വീഡിയോ എടുക്കുകയാണല്ലോ, അവളെ ഞാൻ സാവധാനം പരിചയപ്പെടുത്തി തരാം. എന്താ പറയുക, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തൊഴുതൊക്കെ ഇറങ്ങി പൊരീൻ്റെ അവിടേക്ക് എത്തി. നമ്മൾ എന്ത് വാങ്ങും എന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ അധിക നേരം അവിടെ നിന്നില്ല. നമ്മൾ സാധനമൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട്. കാരണം ചായയൊക്കെ കുടിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ബ്രദറിൻലോക്ക് വർക്ക് ഉണ്ടായിരുന്നു. ഏട്ടന് വർക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വേഗം ഇറങ്ങിയത്. ഏട്ടൻ ഹാഫ് ഡേ ലീവായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ വേഗം ഇറങ്ങി. പിന്നെ നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കുറച്ചായിട്ടോ, ഒരു 7 മാസമൊക്കെ ആയി നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിശദമായിട്ട് എല്ലാവരും ഒന്നും കൂടി പരിചയപ്പെടുത്താം. കാരണം എന്താ വെച്ചാൽ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും ഇതിലില്ല, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്താ പറയുക, ഞാനൊരു ഗുരുവായൂരപ്പൻ്റെ മാലയൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതായിരുന്നു. അവളും വാങ്ങി ഞാനും വാങ്ങി. എന്താ പറയുക, ഇതാണ് അച്ഛൻ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യപ്പെട്ടെന്തോ ആണ് തോന്നുന്നത് അച്ഛൻ നോക്കണത്. ഇതാണ് അമ്മനെ നേരത്തെ പരിചയപ്പെടുത്തി തന്നല്ലോ, കാണിച്ചു തന്നല്ലോ. ഇതാണ് കേട്ടോ അമ്മ. പിന്നെ ഞാനാണ്. എന്താ പറയുക, ഇത് ഏട്ടനാണ്. ഇതാട്ടോ എൻ്റെ ബ്രദറിൻലോ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു ഗുരുവായൂരപ്പൻ്റെ മാല വാങ്ങിയത്. ആ മാലയായിട്ട് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത്. ഞാൻ മാത്രമല്ല, അവളും വാങ്ങിയിട്ടുണ്ട്, ഉണ്ണിമോളും വാങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.